ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. ജനവിധി തേടുന്നത് 194 സ്ഥാനാർത്ഥികൾ. അഞ്ചാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ജെഇഇ മെയിൻ ഏപ്രിൽ സെഷന്റെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. 13 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുന്നത്. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. വോട്ടർമാരെയും സാമൂഹിക പ്രമുഖരെയും നേരിൽ കണ്ടുള്ള നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിലെ 14 രാജസ്ഥാനിലെ 13 ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ 7 നാളെയാണ് വോട്ടെടുപ്പ്. അസം, ബീഹാർ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡിലെയും പശ്ചിമ ബംഗാളിലെയും 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 2,77,49,159 വോട്ടർമാരാണ് സംസ്ഥാനത്ത് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 5 ലക്ഷത്തിലധികം പേർ കന്നി വോട്ടർമാരാണ്. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുൻപായി മോക്ക് പോൾ നടത്തും. വോട്ടെടുപ്പിനായി 25,000-ലേറെ പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനവും കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ ID കാർഡുകൾ കൈവശമില്ലാത്തവർക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഉൾപ്പെടെ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. വോട്ടെടുപ്പ് ദിവസമായ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. നിശബ്ദ പ്രചാരണത്തിനാണ് ഇന്ന് അനുമതിയെന്നതിനാൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥ, പ്രകടനങ്ങൾ തുടങ്ങിയവ പാടില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും. വോട്ടിംഗ് മെഷീനുകളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 8 മണി മുതലാണ് വിതരണം ആരംഭിച്ചത്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയും സജ്ജീകരിച്ചിരിക്കുന്ന വിതരണ ഡെസ്കുകൾ വഴിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് നിയോഗിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷ ഒരുക്കുന്നത്. പ്രശ്നബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷന് കീഴിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ഒരു ദ്രുതകർമ്മ സേനയെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട്. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. അടുത്ത മാസം 13-നാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകളും, ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളും, മഹാരാഷ്ട്രയിലെ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 വീതം സീറ്റുകളും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിൽ 4ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 49 മണ്ഡലങ്ങളിലാണ് മെയ് 20-ന് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 3-ആണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 4-ന് നടക്കും. ലഡാക്കിലെയും ജമ്മുകാശ്മീരിലെയും ഓരോ മണ്ഡലങ്ങളിലും, ഉത്തർപ്രദേശിലെ 14 സീറ്റിലും, മഹാരാഷ്ട്രയിൽ 13-ഇടത്തും, പശ്ചിമ ബംഗാളിലെ 7 സീറ്റിലും 5ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ബീഹാറിലെയും ഒഡീഷയിലെയും 5 വീതം മണ്ഡലങ്ങളിലും, ഝാർഖണ്ഡിൽ 3-ഇടത്തും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ശരത് പവാർ പക്ഷ NCP പൂനെയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. ജാതി സെൻസസ്,
കർഷകക്ഷേമം, അപ്രന്റീസ്ഷിപ്പിനുള്ള അവകാശം, ജോലിയിൽ 50% സ്ത്രീ സംവരണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. ജമ്മു കശ്മീരിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുന്നതിനെ പിന്തുണയ്ക്കുമെന്നും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അംഗീകരിക്കില്ലെന്നും പ്രകടന പത്രികയിലുണ്ട്. CAA, NRC, UAPA തുടങ്ങിയ നിയമങ്ങൾ പാർട്ടി അവലോകനം ചെയ്ത് മാറ്റങ്ങൾ നിർദ്ദേശിക്കുമെന്നും ശപത്നാമ എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ JEE മെയിൻ 2024 സെഷൻ 2ന്റെ ഫലം പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ മാസത്തിൽ നടത്തിയ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. JEE-main.nta.ac.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. രാജ്യത്ത് നൂതന ഫോറൻസിക് ലബോറട്ടറികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വരുത്തണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഫോറൻസിക് പരിശോധനകൾ വേഗത്തിലാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശം. അന്വേഷണവും ഫോറൻസിക് പരിശോധനയും വെവ്വേറെ നടത്തുന്നതിന് പകരം ഇവ ഒറ്റ പ്രക്രിയയുടെ ഭാഗമാക്കണമെന്നും NHRC നിർദ്ദേശിച്ചു. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് NHRC സംഘടിപ്പിച്ച കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് നിർദ്ദേശം. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ 8 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. പ്ലാറ്റൂൺ കമാൻഡറും 3 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 25,000 രൂപ പാരിതോഷികം നൽകുമെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ റെയിൽവേ മംഗളൂരു സെൻട്രലിനും കൊച്ചുവേളിക്കും ഇടയിൽ പ്രത്യേക സർവീസ് നടത്തും. മംഗളൂരു സെൻട്രൽ കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ എക്സ്പ്രസുകളാണ് പ്രത്യേക സർവീസ് നടത്തുക. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ഡൽഹി ഉയർത്തിയ 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 220 റൺസിന് പുറത്താവുകയായിരുന്നു. ISL ഫുട്ബോളിലെ ആദ്യപാദ സെമിഫൈനലിൽ മുംബൈ സിറ്റി 2-3 ഗോളുകൾക്ക് FC ഗോവയെ പരാജയപ്പെടുത്തി. രണ്ടാം പാദ സെമിയിൽ മോഹൻ ബഗാൻ ഞായറാഴ്ച ഒഡീഷ FCയെ നേരിടും. ഇരു ടീമുകൾക്കുമിടയിൽ നടന്ന ആദ്യ സെമിയിൽ ഒഡീഷയ്ക്കായിരുന്നു വിജയം. മുംബൈ സിറ്റി ഗോവ രണ്ടാം പാദ സെമിഫൈനൽ മത്സരം തിങ്കളാഴ്ചയാണ്. അമേരിക്കയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചു. ബില്ലിന് ഇന്നലെയാണ് US സെനറ്റ് അംഗീകാരം നൽകിയത്. ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചൈനീസ് അധികൃതർക്ക് ടിക്ടോക്ക് കൈമാറുമെന്ന ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻപ് തന്നെ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കെനിയയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. 1,10,000-ത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മാസം പകുതിയോടെ ആരംഭിച്ച മഴ കുറഞ്ഞെങ്കിലും പലയിടങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 19 പോയിന്റ് നഷ്ടത്തിൽ 73,851-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 2 പോയിന്റ് ഉയർന്ന് 22,404-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 53,000 രൂപയും ഗ്രാമിന് 6,625 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക മലേറിയ ദിനം. മലേറിയ നിയന്ത്രിക്കാനും പൂർണ്ണമായും ഇല്ലാതാക്കാനുമായി ആഗോള ശ്രമങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത്. കൂടുതൽ നീതിയുക്തമായ ഒരു ലോകത്തിനായി മലേറിയക്കെതിരെയുള്ള പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. ജനവിധി തേടുന്നത് 194 സ്ഥാനാർത്ഥികൾ. 5ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. JEE മെയിൻ ഏപ്രിൽ സെഷന്റെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.